വാർത്തകൾ തുടരുന്നു. ജില്ലാ ആസ്ഥാനത്ത് നടക്കുന്ന ക്രാഫ്റ്റ് മേളയിൽ പങ്കെടുക്കാനെത്തിയ കലാകാരന്മാർക്ക് പരിപാടി അവതരിപ്പിക്കാനായില്ല. മദ്യപാനികൾ സുരക്ഷാ ഭീഷണിയായതാണ് കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതിന് തടസ്സമായത്. ക്രിസ്തുമസ് ദിനത്തിൽ കോട്ടക്കുന്നിലെ വേദിയിലെത്തിയ 25ഓളം കലാകാരന്മാരാണ് നടനമാടാതെ അരങ്ങൊഴിയേണ്ടി വന്നത്. മദ്യപിച്ചെത്തിയ സഹൃദയരെ നേരിടുവാൻ ജില്ലാ ഭരണകൂടം സുരക്ഷാ സംവിധാനം ഒരുക്കാതിരുന്നതാണ് വിനയായത്. കലാപരിപാടികൾ അവതരിപ്പിക്കുവാൻ കഴിയാതിരുന്ന മനോവിഷമത്തിന് പുറമെ 30,000 രൂപയുടെ ധനനഷ്ടവും ഉണ്ടായിട്ടുണ്ട്. കലാകാരന്മാർക്കുണ്ടായ സാമ്പത്തിക നഷ്ടം പരിഹരിക്കുന്നതിന് സംഘാടകർ തയ്യാറാകണമെന്ന് നന്മ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഭാരവാഹികളായ കുഞ്ഞാലൻ വെന്നിയൂർ, സുന്ദരൻ തിരൂർ, ഉമേഷ് നിലമ്പൂർ, ഡൂൺ ശങ്കരനാരായണൻ എന്നിവർ പ്രസംഗിച്ചു. ഗൃഹപ്രവേശനത്തിന്റെ പിറ്റേ ദിവസം ഗൃഹനാഥനായ യുവാവ് ഷോക്കേറ്റ് മരിച്ചു. നിലമ്പൂർ മുദ്ദീരിയിലെ പരേതനായ എടക്കുളങ്ങര പന്തുകുഞ്ഞന്റെ മകൻ 35-കാരനായ പ്രദീപ് എന്ന ബാബുവാണ് മരിച്ചത്. വീടിന് പുറത്തെ കുളിമുറിയിലേക്ക് ലൈറ്റ് ഇടുന്നതിനായി വയർ വലിക്കവേ ഷോക്കേൽക്കുകയായിരുന്നു. വിദേശത്ത് ജോലി ചെയ്യുന്ന പ്രദീപ് ജനുവരി 10-ന് മടങ്ങിപ്പോവാനിരിക്കെയാണ് അപ്രതീക്ഷിതമായി ദുരന്തം സംഭവിച്ചത്. ഇന്നലെ വൈകിട്ട് 7 മണിയോടെയാണ് ദുരന്തം സംഭവിച്ചത്. വിദേശത്ത് ഫർണിച്ചർ ജോലി ചെയ്യുന്ന പ്രദീപ് പുതുതായി നിർമ്മിച്ച വീടിന്റെ ഗൃഹപ്രവേശനത്തിനായി ഒക്ടോബർ 3-നാണ് നാട്ടിൽ വന്നത്. ശനിയാഴ്ചയായിരുന്നു പ്രദീപിന്റെ വീടിന്റെ ഗൃഹപ്രവേശനം. ഇന്നലെ വൈകിട്ട് വീടിന് സമീപത്തെ കുളിമുറിയിലേക്ക് ലൈറ്റിടാനായി വയർ വലിക്കുന്നതിനിടെയാണ് ഷോക്കേറ്റത്. കുളിക്കാനായി പോയ പ്രദീപിന് ഏറെ നേരം കഴിഞ്ഞും കാണാതായപ്പോൾ വീട്ടുകാർ ചെന്ന് നോക്കിയപ്പോഴാണ് ഷോക്കേറ്റ് നിലത്ത് വീണ് കിടക്കുന്നത് കണ്ടത്. ഉടനെ നിലമ്പൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടുവളപ്പിൽ ഇന്ന് ഉച്ചയോടെ സംസ്കരിച്ചു. നിഷയാണ് ഭാര്യ. പ്രണവ്, ശ്രീരാഗ് എന്നീ കുട്ടികൾക്ക് പുറമെ 6 മാസം പ്രായമായ ആര്യാനന്ദ എന്ന മകൾ കൂടിയുണ്ട്. ലീവ് കഴിഞ്ഞ് ജനുവരി 10-ന് വിദേശത്തേക്ക് മടങ്ങുവാനിരിക്കുകയായിരുന്നു. ഏറെക്കാലത്തെ പ്രവാസ ജീവിതത്തിനിടയിൽ നേടിയ സമ്പാദ്യം വഴി പണി കഴിപ്പിച്ച വീട്ടിൽ ഒരു രാത്രി മാത്രമാണ് പ്രദീപിന് ഉറങ്ങാനായത്. പ്രദീപിന്റെ ആകസ്മിക മരണം ബന്ധുക്കളിലും നാട്ടുകാരിലും ഞെട്ടലായി മാറി. നിലമ്പൂർ 66 kV സബ്സ്റ്റേഷനിൽ ഒരു ട്രാൻസ്ഫോമർ പ്രവർത്തനരഹിതമായതിനാൽ 11 kV ലൈനിൽ ലോഡ് ഷെഡിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. പൂക്കോട്ടുംപാടം കൂറ്റമ്പാറ ചെറായി സ്വദേശി കാഞ്ഞിപ്പുറത്ത് ചാലിൽ റിട്ടയർഡ് തഹസീൽദാർ സത്യാനന്ദിന്റെ ഭാര്യ പാലത്തിങ്കൽ മാധവി നിര്യാതയായി. 65 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് 3 മണിക്ക് വീട്ടുവളപ്പിൽ നടന്നു. കൃഷ്ണപ്രസാദ്, കൃഷ്ണപ്രസീത, സുമംഗല, അരുൺ എന്നിവർ മക്കളും സുനിരാജ്, സുബോധ്, സൗമ്യ എന്നിവർ മരുമക്കളുമാണ്. ഇനി ഇന്നത്തെ കമ്പോള നിലവാരം. നാലാം ഗ്രേഡ് റബ്ബറിന് കൊച്ചി മാർക്കറ്റിൽ കിലോഗ്രാമിന് 200 രൂപ 50 പൈസ. സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ബന്ധം ജോസ് ആലുക്കാസ്. സ്വർണം ഗ്രാമിന് 2590 രൂപ, പവന് 20,720 രൂപ, വെള്ളി ഗ്രാമിന് 53 രൂപ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ബന്ധം ജോസ് ആലുക്കാസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കരുവാരക്കുണ്ട് സുൽത്താന എസ്റ്റേറ്റിൽ കാട്ടാനകളുടെ വിളയാട്ടം. രാത്രി ഇറങ്ങിയ 13ഓളം ആനകൾ ഇന്ന് ഉച്ചയോടെയാണ് വനത്തിലേക്ക് മടങ്ങിയത്. ആന വിരട്ടി ഓടിക്കുന്നതിനിടെ സ്വന്തം ചാനൽ ലേഖകന് പരിക്ക്. നിലമ്പൂർ ഇന്ദിരാഗാന്ധി മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച സഹവാസ ക്യാമ്പിന് തുടക്കമായി. 6 ദിവസങ്ങളിലായാണ് ക്യാമ്പ് നടക്കുന്നത്. ജലവിഭവ വകുപ്പിന്റെ അധീനതയിലുള്ള കനാൽ സ്വകാര്യ വ്യക്തി നികത്തിയതായി പരാതി. സംഭവത്തെ തുടർന്ന് ജില്ലാ ജലവിഭവ വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സന്ദർശനം നടത്തി. യുവാവ് വീട്ടിൽ നിന്നും ഷോക്കേറ്റ് മരിച്ചു. നിലമ്പൂർ മുദീരിയിലെ പ്രദീപ് എന്ന ബാബുവാണ് ഗൃഹപ്രവേശന പിറ്റേന്ന് മരണപ്പെട്ടത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.